ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയാണ് കലാപം ഉണ്ടാക്കിയ ഈ ഏത് പത്ര മീഡിയ വണ്ണാണ്. മീഡിയ വണ്ണോട് ശരിക്കും പറയേണ്ടതുണ്ട്. ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ല നിലയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? ഒരാശയം ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ ആശയം കേൾക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അല്ല, ഇങ്ങനെ ഇതിനെക്കാട്ടും വിശദമായിട്ട് പറയാം. നിങ്ങൾക്ക് മാത്രം മനസ്സിലായി, ലോകത്തിന് മനസ്സിലാവാനാണ് ഇത് പറയുന്നത്. ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ പ്രവേശിച്ച ആശയത്തിന് ദശലക്ഷക്കണക്കിന് മനുഷ്യരുമായി കണ്ണു ചേർക്കാനായാൽ ആശയം കേവലമായ ആശയമായിട്ട് നിൽക്കല്ല ചെയ്യുക, അത് പ്രതിപ്രവർത്തിക്കാൻ ശേഷിയുള്ള ഭൗതിക ശക്തിയായിട്ട് മാറും. അതാണ് സാമൂഹിക വികാസത്തിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നിയമം. അതുകൊണ്ട് വർഗീയ കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ജമാഅത്തെ ഇസ്ലാമുകാർ ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ആശയതലത്തിലുള്ള ഈ പ്രവർത്തനത്തിന്റെ മറുപടി. പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? മീഡിയ വണ്ണായതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. കാരണം നിങ്ങളാണ് ഈ വർഗീയവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് സ്വീകരിക്കുന്ന ആശയതലത്തിലുള്ള വക്താവ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കേസെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാറ്റിനും ഓരോന്നും പറയുന്നതിനനുസരിച്ച് മുഴുവൻ കേസെടുക്കാൻ പുറപ്പെട്ട എത്രയായിരം കേസെടുക്കണം. അത് ആശയത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതിനെ ശക്തിയായിട്ട് എതിർക്കണം. ജമാഅത്ത് ആശയത്തെ ആശയം കൊണ്ട് തന്നെ എതിർക്കണം. എല്ലാം നിയമം കൊണ്ട് മാത്രം പൂർണ്ണമാകുന്നുള്ള ഒരു തിരിച്ചറിയും വേണ്ട. ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കുമെന്ന് AK ബാലൻ പ്രസ്താവന നടത്തി. LDF കൺവീനർ പറഞ്ഞത് പാർട്ടിക്കും മുന്നണിക്കും അങ്ങനെ അഭിപ്രായമില്ല. അല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇതിനെ വെറുതെ കുറെ അഭിപ്രായം പറഞ്ഞ കാര്യം. നിങ്ങൾക്ക് വേണ്ടത് ഞാൻ AK ബാലനെ തള്ളി എന്ന് നാളെ ഫൈറ്റിംഗ് കൊടുക്കാനല്ലേ? അതിന് എന്നെ കിട്ടൂല. അതാ പറഞ്ഞ മറ്റ മലയാളം വർത്താനം പറഞ്ഞോണ്ടിരിക്കും. തള്ളൂല. എന്തിനു? അയാൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, പാർട്ടി അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്താ തള്ളേണ്ട കാര്യം? അഭിപ്രായം പറഞ്ഞു. രണ്ടല്ല, ഒന്നാണ്. കാരണം അയാളെ അഭിപ്രായം പറഞ്ഞു, പാർട്ടിന്റെ അഭിപ്രായം പറഞ്ഞു. അതോടുകൂടി പാർട്ടി അഭിപ്രായമാണ് പാർട്ടിയുടെ മുമ്പിലുള്ളത്. അല്ലാണ്ട് ആരെങ്കിലും വ്യക്തിപരമായിട്ട് അഭിപ്രായം അല്ല ഉള്ളത്. അതാ കാര്യം. ജമാഅത്ത് ഇസ്ലാമിനെ പറ്റി ചോദിക്കാണ്ടില്ല. ആണ്. മതരാഷ്ട്രം മാത്രമല്ല, ലോകത്താകെ മതം ലോകം ഉണ്ടാവണം എന്നാണ്. അല്ല, ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിന് വലിയ സ്വാധീനമൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തെ പിൻപറ്റി വർഗീയ ധ്രുവീകരണത്തിന് ഉതകുന്ന നിലപാട് UDFന്റെ ഭാഗമായ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിനർത്ഥം. അത് കുറേയും കൂടി ഗൗരവമുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം. ചെറിയ പ്രശ്നം മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിന്റെ മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു സ്വാധീനമൊന്നുമില്ല. ഇല്ല, ഇപ്പോഴും ഇല്ല. ഈ മാധ്യമവും അതുപോലെ തന്നെ ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടായിട്ടും അതിന് വലിയ സ്വാധീനമില്ല. ആശയം ജമാഅത്തെ ഇസ്ലാമിയെ SDPI പറയുമ്പോൾ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പ്രചാരണം നടക്കുന്നു. അതെ, അവിടെ LDF തിരിച്ചിട്ടുണ്ടാവുന്നില്ല. LDF ന്യൂനപക്ഷങ്ങൾ തെറ്റിദ്ധരിക്കുന്നില്ല. അതുകൊണ്ടല്ലേ തെറ്റിദ്ധാരണ മാറ്റാനല്ലേ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനസ്സിലായില്ലേ? അതെല്ലാം മാറിക്കൊണ്ടിരിക്കും. തെറ്റിദ്ധാരണയല്ലേ, പൂർണ്ണധാരണയല്ലല്ലോ. ആ തെറ്റിദ്ധാരണ വേഗം മാറിക്കോളും. ജനങ്ങൾ മാറും. ഇപ്പൊ തന്നെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മളെ ബാംഗ്ലൂരിലെ മറ്റേ ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള കടന്നാക്രമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ അല്ലേ? പാവപ്പെട്ട ജനങ്ങൾക്കെതിരായിട്ട് ബുൾഡോസർ രാജ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഡൽഹിയിൽ പോയി തന്നെയാണ് സംഘടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കോൺഗ്രസിന്റെ പിന്തുണ നൽകുന്ന സ്ഥിതിയാണ് ഉള്ളത്. ജനങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് എന്നല്ലേ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് 40% വോട്ട് കിട്ടിയത്. കൂടുതൽ പോയിട്ടൊന്നുമില്ല, അത് വെറുതെ പറയുന്നതാണ്. കൂടുതൽ പോയി എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞു. 40% വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. 39.97% വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള സംസ്ഥാന കേരളം. അതുകൊണ്ട് അടിത്തറ വളരെ ഭദ്രമാണെന്ന് മാത്രമല്ല, ഈ വർഗീയ നിലപാടുകൾക്കെതിരായിട്ട് വിശ്വാസികളെ ഉൾപ്പെടെ ചേർത്ത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിയും. 110 സീറ്റിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തും. പോരെ? അങ്ങനെ മറക്കണ്ട. അങ്ങനെ മറക്കാൻ പാടില്ല.
നിങ്ങൾക്ക് ആഗ്രഹം മറക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് മറക്കണ്ടെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹം. UDF-ന്റെ കാലത്ത് അരങ്ങേറിയിട്ടുള്ള ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള കടന്നാക്രമണമാണ്. അതെന്തിനാ മറക്കുന്നത്? മറക്കാതെ നല്ല ഓർമ്മ വെച്ച് കാര്യങ്ങൾ മനസ്സിലേക്ക് പോയിക്കോട്ടെ. ആ വീണ്ടും ഡിവിഷൻ ഉണ്ടാകുന്നത്. ഇവിടെ ഡിവിഷൻ ഇല്ലാണ്ടിരിക്കും. നല്ല നല്ല ഐക്യത്തോടു കൂടി നിൽക്കല്ലേ ജനങ്ങൾ മുഴുവൻ. ഇവിടെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള മതപരവും ജാതീയവുമായ വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സേക്ക് അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറുകയാണ്. ആ നാട് മാറുന്നതിനെയാണ് ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടത്. അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ അങ്ങനെ ന്യായീകരിക്കാൻ പുറപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കാര്യമായാലും ചർച്ച ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഞങ്ങൾ വർഗീയതക്കെതിരാണ്, അതിശക്തിയായി എതിരാണ്. ഒരു വർഗീയതയെയും വെച്ച് പൊറപ്പിക്കില്ല. കാരണം ഒരു വർഗീയതയും സമൂഹത്തിൽ ഒന്നും ജനാധിപത്യപരമായിട്ട് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. വർഗീയ ശക്തികൾ മുഴുവൻ സമൂഹത്തിനെതിരാണ്, വിഷാണ്. RSSും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ ഈ നാടിന്റെ ആപത്താണ്, അതിന്റെ വിഷാണ്. ആ കൊടും വിഷത്തെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരെ ഉപയോഗപ്പെടുത്തിയിട്ട് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് CPI-ന്റെ നിലപാട്. വിഷം എന്നെല്ലാം പറയുമ്പോൾ കുറച്ച് വിഷമുണ്ട്, സഹിക്കല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. കേട്ടോ, അത് സഹിക്കല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. സഹിക്കല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാണ്? അതേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു പദത്തെ പഞ്ചസാര എന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്നല്ലേ പറയാനല്ലേ പറ്റും. അത് മധുരമാണ്. കയ്പ് എന്ന് ആയിക്കോട്ടെ, ആരും എന്നുള്ള പ്രശ്നമല്ല. ഭാഷയിലാണ് AK ബാലൻ സംസാരിച്ചത്. രാജീവ് ചന്ദ്രശേഖർ AK ബാലനെ പിന്തുണച്ചു. ഭാഷ ഇപ്പോൾ BJPയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. എന്താ ഞാൻ BJPയുടെ ഭാഷയിൽ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മാത്രമാണ് ഭാഷയുടെ ആക്രമണം. RSSനെതിരെ ആദ്യം ഞാൻ ഇത്രയും മണിക്കൂർ ഞാൻ സംസാരിച്ചത് RSSനെതിരായിട്ടല്ലേ? നിങ്ങൾക്ക് തലക്ക് വെളിവില്ലാണ്ടായിട്ടുണ്ടോ? ഞാൻ ആദ്യം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഗാന്ധിവധത്തിന്റെ പിന്നിൽ എന്താ കാര്യം? ഗാന്ധി വിശ്വാസിയാണ്, ഗോഡ്സെ വർഗീയവാദിയാണ്. വർഗീയവാദിയും ആയ ഗോഡ്സെയും മതവിശ്വാസിയായ ഗാന്ധിയും. ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നം. എന്താ? വിശ്വാസിയായ ഗാന്ധിയെ വർഗീയവാദിയായ ഗോഡ്സെ കൊന്നു. ഇപ്പോൾ വർഗീയതക്കെതിരായിട്ടാണ്, വിശ്വാസത്തിനെതിരായിട്ടല്ല. വിശ്വാസികളെ കൂടി ചേർത്ത് കൊണ്ടുപോകണം വർഗീയതക്കെതിരായി പ്രവർത്തിക്കാൻ. അപ്പോൾ RSSനെതിരായ പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ്. പിന്നെ RSSകാർ പറയുന്ന പോലെയാണ് എന്ന് പറയുന്നത് മനോരമയുടെ സ്റ്റൈലാണ്. അത് അത്ര കണ്ടാൽ മതി. ശരി. അതെ, അത് SIT ചെയ്യട്ടെ, തീരുമാനിക്കട്ടെ. കോൺഗ്രസ് എന്തെല്ലാം പറഞ്ഞത്? കോൺഗ്രസ് പറഞ്ഞു നോക്കി അതിന്റെ പിന്നിൽ പോകാനാണ് ഞങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നത്. SIT കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെല്ലാം അറസ്റ്റ് ചെയ്യാലോ. ഇപ്പൊ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തു. അതിപ്പം കോൺഗ്രസ്സുകാർക്ക് കുറച്ച് പ്രശ്നമായി. മാത്രമല്ല നേരത്തെ പാവപ്പെട്ടെ, അതാണ് കാര്യം. അതെ, BJPക്ക് രണ്ടാകും പറ്റുന്നില്ല. സോണിയാഗാന്ധിയെ കാണാൻ പോയത് എന്തിനാണെന്ന് ഇപ്പം പറഞ്ഞില്ലല്ലോ, മറുപടി പറഞ്ഞിട്ടില്ല. അതോടുകൂടിയല്ലേ നിങ്ങളെല്ലാം മതിയാക്കിയത്. അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതായിരുന്നല്ലോ, എന്ത് സ്വർണ്ണപ്പാളി, എവിടെ സ്വർണ്ണപ്പാളി എന്നല്ലേ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത്ര പത്രസമ്മേളനം നടത്തി ഒരുത്തം മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും മിണ്ടിയോ? ഇപ്പം ഇമാതിരി ചോദ്യമല്ലേ ചോദിക്കുന്നത്. കാരണം എന്താ? കട്ടോനും കള്ള മുതൽ കിട്ടിയാണ് ഒരേ ഒപ്പം ചേർന്ന് സോണിയാഗാന്ധിയെ പോലെ ഒരിക്കലും സാധാരണ കാണാൻ സാധിക്കാത്ത ഒരാളെ MP-യും കോൺഗ്രസ് നേതാക്കന്മാരും ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ അന്നത്തെ എന്തുകൊണ്ട്, എങ്ങനെ, ആരുടെ സഹായത്താൽ കണ്ടു എന്നത് ഇന്നേ ഇടപെടില്ലല്ലോ. അത് വന്നപ്പോഴാണ് കോൺഗ്രസ്സുകാർക്ക് പിന്നെ ഈ ചർച്ച അധികം വേണ്ട തീരുമാനിച്ചത്. BJP പിന്നെ എപ്പോഴെങ്കിലും വർഗീയ അല്ലാണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നൊരു ചോദ്യമാണ്. തന്ത്രിയെ പിടിക്കാൻ പാടില്ലെന്നാ അവരോട് ചോദിക്കണ്ട. നിങ്ങൾ എന്നോട് ചോദിക്കുന്നു. അത് അവരോടല്ലേ ചോദിക്കേണ്ടത്.
ആ തന്ത്രിയുടെ അറസ്റ്റിൽ എന്താണ് CPI കരുതുന്നത്? കാരണം പത്മകുമാറിന്റെ അറസ്റ്റിൽ ഇപ്പം മാഷ് പറഞ്ഞത് പത്മകുമാർ കുറ്റാരോപിതം മാത്രമാണ്, എന്താണ് കേസ് എന്ന് പോലും CPI ക്ലാരിറ്റി ഇല്ല ഇപ്പോൾ ക്ലാരിറ്റി വന്നാൽ അപ്പോൾ നടപടിക്കുമല്ലോ. തന്ത്രിയുടെ അറസ്റ്റ് നിങ്ങൾ മനസ്സിലായിക്കോ, മറ്റേ പത്മകുമാറിന്റെ പേര് നടപടി എപ്പോഴാണോ വരിക, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണോ ക്ലാരിറ്റി വരുന്നത് അപ്പോൾ വരും. തന്ത്രിയുടെ അറസ്റ്റിൽ ക്ലാരിറ്റി ഉണ്ടോ CPI? ഓ കൃത്യമായിട്ട് ക്ലാരിറ്റി ഞങ്ങൾക്കല്ലാതെ അവർക്കായിട്ടുള്ളത്, അതുകൊണ്ടല്ലേ പിടിച്ചത്. തന്ത്രിയുടെ അറസ്റ്റ് കൃത്യമാണ്. തന്ത്രിയുടെ അറസ്റ്റ് അനിവാര്യമായിരുന്നു. ആയിരുന്നു. അതൊക്കെ SIT അല്ലേ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളാണോ പറയുന്നത്? ഞങ്ങൾക്കറിയോ ആരാ അതിൻ്റെ പിന്നിൽ പ്രതി എന്നെല്ലാം? അത് SIT കണ്ടുപിടിച്ചു, അവരെ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. കോൺഗ്രസ്സുകാർ പറയുന്നല്ലേ, BJP-ക്കാരും പറയുന്നത് അതാണ്. അപ്പോൾ വക്കാലത്താണ്. SIT അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളോട് യോജിക്കാൻ സാധിക്കാതെ സോണിയാഗാന്ധിയുടെ കാണാൻ പോയ കാര്യം മുതൽ ഇങ്ങോട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ തന്ത്രിയെ പിടിച്ചതിനെ പറ്റി അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു സംശയവും അന്നും ഇന്നും ഇല്ല. അന്നേ ഞാൻ പറഞ്ഞ കാര്യം ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല. ആരാണോ കുറ്റവാളി, SIT കണ്ടെത്തുന്ന കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. അത് അന്നേ ഞങ്ങൾ പറഞ്ഞാൽ ഇന്നും അതിനെ പറയാം. ആരെല്ലാനോ പിടിക്കുന്നവരെല്ലാം പിടിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതന്നെ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. പോറ്റിയെ കയറ്റിയത് യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസിന്റെ നേതാവ് ദേവസ്വം പ്രസിഡന്റായിരിക്കുമ്പോഴാണ് ഇതെന്ന് ഇപ്പോൾ വിവരം പുറത്തു വന്നല്ലോ. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഈ പോറ്റിയെ കയറ്റിയ പാട്ടുപാടിയല്ലോ. ഇനി പോറ്റിയെ കയറ്റിയ പാട്ടിൻ്റെ അകത്ത് ഇങ്ങനെയാ പാട്ട് പാടണം. ഞാൻ പാടുന്നില്ല. ആരും ചോദിക്കുമ്പോൾ ചേർത്ത് പറയേണ്ടിയാണത് ഞാൻ പറഞ്ഞത്. നല്ലോണം പറഞ്ഞോ, കയറ്റിയത് ആരാണെന്നും പറഞ്ഞോ, കട്ടത് ആരാണെന്നും പറഞ്ഞോ. ഞങ്ങളെ പറ്റിയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മാറ്റി പറഞ്ഞാൽ മതി, പേര് പറഞ്ഞാൽ മതി. നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് എന്താ ആശ്വാസം? ഞങ്ങൾക്ക് അല്ലെങ്കിൽ നേരത്തെ ആശ്വാസമല്ലേ? ഞങ്ങൾക്ക് എന്താ ഉൾക്കണ്ട? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊന്നും മറച്ചു വെക്കാനില്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത. പക്ഷേ അത് കളവല്ലേ, കൊള്ളയല്ലേ നടത്തിയത്. ആ കൊള്ള കണ്ടുപിടിക്കണമെന്നല്ലേ അന്നും ഞങ്ങൾ പറഞ്ഞത്. SIT അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ, ഓരോ ഘട്ടം വരുമ്പോഴും അവർക്ക് എതിരായിട്ട് വരുമ്പോഴൊക്കെ അവർ അതിനെ പ്രതിരോധിക്കുക. എന്നിട്ട് നമുക്കെതിരായിട്ട് വരുന്ന സന്ദർഭം വരുമ്പോൾ ഉടനെ ശക്തിയായിട്ട് അവലപിച്ച് മുമ്പോട്ടേക്ക് വരും. ഇമാതിരി അവസരവാദികളെ പറ്റി എന്ത് പറയാനാ? ഏത് ഞാൻ സ്ഥിരമായിട്ട് ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയാം? നിങ്ങൾ ആദ്യമായിട്ട് വരിക? അല്ലല്ല, കേട്ടില്ല ഞാൻ പറഞ്ഞത്. എന്നാൽ സാങ്കല്പികമായ ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവും ഇല്ല.